إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ഒരു മുഅ്മിനിന് ലഭിക്കുന്ന ഗുണങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ജലാഉൽ അഫ്ഹാം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ചില ഗുണങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് മൂലം അവന് ലഭിക്കുന്ന ഒരു ഗുണമായി ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പരിചയപ്പെടുത്തുന്നത് അന്നഹാ സബബുൽ ബറകത്തി ഫീ ദാത്തിൽ മുസല്ലി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകും. അതേപോലെ തന്നെ വഅമലിഹി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്തുണ്ടാകും. വഉംരിഹി അതേപോലെ അവന്റെ ആയുസ്സിലും അവന്റെ ജീവിതകാലം ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ആ കാലത്തിലും അവന്റെ ആയുസ്സിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമെന്നാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വഅസ്ബാബി മസാലിഹി അവന് ലഭിക്കുന്ന അവന്റെ ജീവിതത്തിൽ അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണങ്ങൾക്കും എല്ലാ നന്മകൾക്കും അതിന്റെ കാരണം, അതിന്റെ ഒരു സബബ്, ആ കാരണങ്ങൾക്കൊരു സബബ് അത് സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുന്നത് മൂലം ലഭിക്കുമെന്നാണ്. വീണ്ടും അദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ വിശദീകരിച്ചത് കാണാം. പ്രയാസഘട്ടങ്ങളിൽ അദ്ദേഹം പറയുന്നു അന്നഹാ സബബുൻ ലിവുഫൂരി നൂരിൽ അബ്ദി അല സിറാത്തുൽ മുസ്തഖീമിൽ ചൊവ്വായ പാതയിൽ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഒരു അടിമക്ക് അവന് ഈമാനിന്റെ പ്രകാശം നൂറ് അത് പൂർത്തീകരിക്കുന്നതിന് സ്വലാത്ത് കാരണമാകുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് സിറാത്തുൽ മുസ്തഖീമിൽ അഥവാ ചൊവ്വായ പാതയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തണമെന്നുള്ളത്. ഏത് സമയത്തും നമ്മൾ തെറ്റിപ്പോകാം. പ്രത്യേകിച്ച് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഈമാൻ കുറവുള്ളവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവന് തെറ്റിപ്പോകും, സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിപ്പോകും, തെറ്റായ പാതകൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ വിശദീകരിച്ചത് കാണാം,
ലിതസ്ബീത്തിൽ ഖദമി അല സിറാത്ത്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സിറാത്തുൽ മുസ്തഖീമിൽ അവൻ ഉറച്ചു നിൽക്കാൻ, അവന്റെ കാൽപാദത്തെ ഉറപ്പിച്ചു നിർത്താൻ ഒരു കാരണമാണ്, ഒരു സബബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നമ്മുടെ പേര് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. നമ്മെക്കുറിച്ച് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയത്, ആ വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയപ്പെടുമെന്നാണ്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞു, അന്നഹാ സബബുൻ, സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഒരു കാരണമാണ്, ലിഅർദിസ്മിൽ മുസല്ലി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലിയ, ഇഖ്ലാസോടുകൂടി സലാത്ത് ചൊല്ലിയ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. അതേപോലെ തന്നെ വദിക്രിഹി ഇൻദഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ചൊല്ലുന്ന ഓരോ സലാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തുന്നുണ്ട്. അപ്പോ ഇന്ന ആൾ സലാത്തു ചൊല്ലി എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അറിയിച്ചു കൊടുക്കും മലക്കുകൾ മുഖേന എന്ന് ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകൾ ആ സ്വലാത്ത് എത്തിച്ചു കൊടുക്കുമെന്നാണ്. ഇങ്ങനെ പല ഗുണങ്ങളും സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുമെന്ന് ഹദീസിലൂടെ മഹാനവർകളായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള വലിയൊരു അമലാണ്, ഒരു ഇബാദത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഇനി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? പൊതുവെ നമ്മുടെ നാട്ടിൽ ബിദ്അത്തിന്റെ ആളുകൾ വ്യത്യസ്ത നിലക്ക് സ്വലാത്തുകൾ സംഘടിപ്പിക്കാറുണ്ട്. സ്വലാത്തുൽ മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിൽ പല നിലക്കും ആളുകളെ കൂട്ടം കൂട്ടി ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഒരുമിച്ചിരുന്ന് സ്വലാത്തുകൾ ചെല്ലുന്നൊരവസ്ഥ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തു ചൊല്ലാൻ നമ്മോട് കൽപ്പിച്ച പല സ്ഥലങ്ങളുമുണ്ട്. അത് പല ആളുകൾക്കും അറിയില്ല. കേവലം നമസ്കാരത്തിലും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴും മാത്രം സലാത്ത് ചൊല്ലി അതിലൊതുക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. എപ്പോഴാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വലാത്ത് ചൊല്ലേണ്ടത്? ആദ്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, സ്വലാത്ത് എന്ന് പറഞ്ഞ മുത്തലക്കന്നത് ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ്. ഏത് സന്ദർഭങ്ങളും സ്വലാത്തുകൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം. അതിന് പ്രത്യേക സമയമില്ല. അങ്ങനെ ഒരു അവസ്ഥ. അങ്ങനെ ചൊല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സൂചിപ്പിച്ച ഗുണങ്ങളൊക്കെ ആ ഒരു മുഅ്മിന് ലഭിക്കുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് മുസ്ലിമായി ജീവിക്കുന്ന കാലത്തോളം അവന് ഏത് സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാം. അതിനെന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, ലാ തജ്അലൂ ബുയൂതകും, നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖുബൂറ, ഖബറുകളെ പോലെയാക്കരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. മുല്ല അലി ഉൽ ഖാരി റഹ്മഹുല്ലാ അദ്ദേഹം വിശദീകരിച്ചത് കാണാം, ഖബർ പോലെയാക്കരുത് എന്ന് പറഞ്ഞ കൽ ഖുബൂരിൽ ഖാലിയ അൻ ദിക്രില്ലാഹി വ തആതിഹി, അല്ലാഹുവെ ദിക്ർ ചെയ്യുന്ന, അല്ലാഹുവെ സ്മരിക്കാത്ത, അല്ലാഹുവിനെ അനുസരണ തആത്ത് കാണിക്കാത്ത ഒരു കാലിയായ ഖബറുകളെ പോലെ. ഖബറിടങ്ങളിൽ നമുക്കറിയാം അവിടെ ദിക്റിനുള്ള സ്ഥലങ്ങളല്ല, അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടി പ്രത്യേകമുള്ള സ്ഥലങ്ങളല്ല, മറിച്ച് അങ്ങനെയുള്ള ഖബറുകളെ പോലെ കാലിയായ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്നും ഒഴിവായ, അല്ലാഹുവെ അനുസരിക്കുന്നതിൽ നിന്നും ഒഴിവായ, ഖാലിയായ കാലിയായ ഒഴിവായ ഖബറുകളെ പോലെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കരുതെന്നാണ്. അതൊരു മുഅ്മിനുകളായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീടുകളിൽ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റുകൾ ഉണ്ടാവണം. ഖുർആൻ ഓത്തും
അതേപോലെ സ്വലാത്തും സുന്നത്തായ കർമ്മങ്ങളും ഇതെല്ലാം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. മഹാനവറുകൾ പറയുന്നു, മറിച്ച് വീടുകൾ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സുന്നത്തായ ഇബാദത്തുകളാൽ അത് ചെയ്തുകൊണ്ട് വീടുകളിൽ നിങ്ങൾ അള്ളാഹു അനുസരിക്കുന്ന ദിക്ർ ചെയ്യുന്ന ഒരു ഓഹരിയായി വീടുകളെ നിങ്ങൾ മാറ്റണം. ലിഹസൂലിൽ ബറക, അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവാൻ വേണ്ടിയാണ്. വീടുകളിൽ സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. സുന്നത്ത് നമസ്കാരങ്ങളും അതേപോലെ തന്നെ ദിക്റുകളും അദ്കാറുകളും അതേപോലെ ഖുർആൻ പാരായണങ്ങളും നമ്മൾ വർദ്ധിപ്പിച്ച് നമ്മുടെ വീടുകളിൽ ആക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇരിക്കണം ഒരു മുസ്ലിമിന്റെ വീട്. എന്നാൽ ഇന്ന് പല മുസ്ലിമുകളുടെ വീടിന്റെ അവസ്ഥ എന്താ? അള്ളാഹുവെ ദിക്ർ ചെയ്യാത്ത ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഖുർആൻ പാരായണമില്ലാത്ത, നമസ്കാരങ്ങളില്ലാത്ത ആ ഒരു അവസ്ഥയിൽ ആളുകൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മറിച്ച് പകരമായി ഹറാമുകളും തോന്നിവാസങ്ങളും മ്യൂസിക്കുകളും സംഗീതങ്ങളും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് മുസ്ലിമുകളിൽ ഭൂരിഭാഗവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തജഅലൂ ഖബ്രി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കി മാറ്റരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസല്ലു അലൈ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാതകും തബ്ലുഗുനി ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാലും, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന അവസ്ഥയിൽ എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വലാത്ത് അത് എനിക്ക് എത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്ന തെളിവെന്താ? ഏത് സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമുക്ക് സ്വലാത്ത് അധികരിപ്പിക്കാം എന്നുള്ളതാണ്. ഇനി പ്രത്യേക സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ സലഫുകൾ അവരുടെ കിതാബുകളിൽ ഇന്നെന്ന സന്ദർഭങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് പ്രത്യേകം ഗുണങ്ങളുണ്ട് നമുക്ക് എടുത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൽപ്പെട്ട കാര്യമാണ്, നമുക്കറിയാം, ഒന്ന് നമസ്കാരത്തിലെ തശഹൂദിൽ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവിടെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതേ ഹദീസുകൾ നമ്മൾ വ്യക്തമാക്കിയ കാര്യവുമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ഹദീസുകളിലും സ്വലാത്ത് വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്ന അവസരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സയ്യിദിന അത് ഹദീസുകളിലൊന്നും സ്ഥിരപ്പെട്ടു വരാത്തൊരു കാര്യമാണ്. അത് സലഫുകൾ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹി പോലുള്ള പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാൻ, അതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ആദം സന്തതികളുടെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദാൻ, അതും നമുക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന രൂപത്തിലാവണം. നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം അത് വർദ്ധിപ്പിക്കാനോ കുറക്കാനോ പാടില്ലാത്ത കാര്യമാണ്. പല വ്യത്യസ്ത സ്വലാത്തിന്റെ രൂപങ്ങൾ ഹദീസുകളുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നും സ്വലാത്തിൽ സയ്യിദിന എന്നുള്ളൊരു പദം വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ സയ്യിദിനെ ഒഴിവാക്കിയിട്ട് സ്വലാത്ത് ചെല്ലലാണ് അത് ഏറ്റവും ഉത്തമം. അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. മറ്റ് സയ്യിദിന എന്ന് പറയൽ അത് ശരിയല്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത സമയങ്ങളിൽ നമുക്ക് സയ്യിദിന, നമ്മുടെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, അതിന് കഴിയാത്ത രൂപത്തിൽ. എന്നാൽ സ്വലാത്തിൽ സയ്യിദിന എന്ന പദം അത് വന്നിട്ടില്ല, നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ മറ്റൊരു സന്ദർഭമാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചു. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ഇൻദൽ ഹമ്മി വശദാഇദി വതലബിൽ മഗ്ഫിറ, പാപമോചനം തേടുന്ന സന്ദർഭങ്ങളിലും അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഉദ്ദേശ ആവശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയും ആ സന്ദർഭങ്ങളിലും അതേപോലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമുക്ക് സലാത്ത് അധികരിപ്പിക്കാം. അതിനെന്താണ് തെളിവ്? ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു, ഇദാ ദഹബ സുലുസൽ ലൈലി ഖാമ, രാത്രിയുടെ 2/3 ഭാഗവും കഴിഞ്ഞാൽ ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും. എന്നിട്ട് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുവിൻ. ഉദ്കുറുല്ലാഹ് 2 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ
മൂന്നിൽ 2 ഭാഗം കഴിഞ്ഞാൽ എഴുന്നേറ്റ ആളുകളെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ജാഅത്തുർ റാജിഫ ജാഅത്തുർ റാജിഫ തത്ബഉഹർ റാദിഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ്. അതെന്തിനാ? കൂടെയുള്ള സഹാബാക്കൾക്ക് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നത് അധികരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാഅത്തുർ റാജിഫ, കാഹളത്തിൽ ഊതുന്ന ആ ഒന്നാമത്തെ അവസ്ഥ വന്നു കഴിഞ്ഞു. തത്ബഉഹർ റാദിഫ, രണ്ടാമത്തെ ഊത്തും, കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തും വന്നു കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും. ഇവിടെ കാഹളത്തിലെ ഊത്ത് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഐ ഖറബ വുഖൂഹ, ആ കാഹളത്തിൽ ഊതൽ അഥവാ ഖിയാമത്ത് നാൾ അടുക്കാറായിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മുതൽ സഹാബാക്കൾ ഓർമ്മിക്കുന്ന കാര്യമാണ്. വിദൂരത്തല്ല, ഖിയാമത്ത് നാൾ സംഭവിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് അമലുകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ടുകൊള്ളുക എന്ന് രാത്രിയുടെ മൂന്നിൽ 2 ഭാഗവും കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുണർത്തി അതിനു വേണ്ടി തയ്യാറാക്കിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജാഅൽ മൗതു ബിമാ ഫീഹ്, ജാഅൽ മൗതു ബിമാ ഫീഹ്, 2 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്ന മരണം അതിലുള്ളതുമായി വന്നു. എന്താ അതുകൊണ്ട് ഉദ്ദേശം? പണ്ഡിതന്മാർ പറഞ്ഞു, ഐ മാ ഫീഹി മിനശ് ശദാഇദിൽ കായിന ഫി ഹാലത്തിൻ നസ്ഇ വൽ ഖബ്രി വമാ ബഅദഹ്. ഒരു മനുഷ്യന് അവന്റെ റൂഹ് പിടിക്കുന്ന അവസ്ഥയിലുള്ള അവന്റെ ആ ഉണ്ടാവാൻ പോകുന്ന കഠിനമായ അവസ്ഥ അത് വരാറായിട്ടുണ്ട്. അതേപോലെ ഖബറിലുള്ള പരീക്ഷണങ്ങൾ വരാറായിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട പരലോക കാര്യങ്ങൾ ഇവയൊക്കെ അവന് വരാനായിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അത് അടുത്തിട്ടുണ്ട്, ആകാറായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന ആ കഠിനമായ അവസ്ഥ, ആ മരണത്തിന്റെ അവസ്ഥ, അതേപോലെ ഖബറിലെ അവസ്ഥ, ഇതൊക്കെ നിങ്ങൾക്ക് വരാറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് സഹാബാക്കളിൽപ്പെട്ട മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉടനെ എഴുന്നേറ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉക്സിറു സ്വലാത അലൈക്, അല്ലാഹുവിന്റെ റസൂലേ, തീർച്ചയായും ഞാൻ താങ്കളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, ഉരീദു അക്സറഹ, നബിയെ നിങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നബിയെ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, അല്ല നബിയെ എന്റെ സ്വലാത്ത് എത്രയാണ് നിങ്ങളുടെ മേൽ ഞാൻ ആക്കേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഞാൻ എന്റെ നഫ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമുണ്ടല്ലോ, അതിന് പകരമായി താങ്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി എത്രയാണ് ഞാൻ നീക്കി വെക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മശിഅത, നീ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും നീ എന്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നീ നീക്കി വെച്ചോ. അപ്പൊ ഖാല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അർറുബ, നബിയെ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിന്റെ 4/1 ഭാഗം താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഞാൻ നീക്കി വെക്കാം. അപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മശിഅത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ചെയ്തോ. ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാൾ ഇനി നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഖൈറാണ്. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നിസ്ഫ്, എങ്കിൽ നബിയെ എനിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്ന സമയത്തിന്റെ പകുതി ഭാഗം നബിയെ നബിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഞാൻ ബാക്കിയാക്കാം. അപ്പൊ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാശിഅത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ അത് ചെയ്തോ. ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അതിലും നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്കത് ഖൈറാകും. അപ്പൊ ഖുൽതു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫസ്സുലുസൈൻ, നബിയെ എനിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്ന ആ സമയത്തിന്റെ 2/3 ഭാഗവും താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ ഞാൻ നീക്കി വെക്കാം. അപ്പൊ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാശിഅത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ചെയ്തോ. ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അതിലും നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്കത് ഖൈറായിരിക്കും. അപ്പൊ ഖുൽതു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വെക്കുന്ന മുഴുവൻ സമയങ്ങളും നബിയെ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഞാൻ നീക്കി വെക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക്, അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ തുക്ഫാ, നിനക്ക് നൽകപ്പെടും ഹമ്മക്, നീ പരലോകത്തും ഇഹലോകത്തും നീ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിറവേറ്റി തരുമെന്നാണ്. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇദാ സറഫ്ത ജമീഅ ഔസാനി ദുആഇക, നിന്റെ പ്രാർത്ഥനയുടെ മുഴുവൻ സമയവും നീ നീക്കിവെക്കുകയാണെങ്കിൽ ഫിസ്വലാത്തി അലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നീക്കിവെക്കുകയാണെങ്കിൽ ഉഅതീത മറാമദ് ദുനിയ വൽ ആഖിറ, അവന് ദുനിയാവിലെയും പരലോകത്തെയും ഉദ്ദേശങ്ങൾ അവന് നൽകപ്പെടുമെന്നാണ്. ഇത് വലിയൊരു ഗുണമാണ് സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്നത്. അതാണ് നമ്മുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അതിനുവേണ്ടി ഒരു കാരണമാണ് സ്വലാത്ത് എന്നുള്ളത്. ആ സമയങ്ങളിൽ നമുക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വയുഗ്ഫറു ലക ദംബുക, നിന്റെ പാപങ്ങളും നിനക്ക് പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഉദ്ദേശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം, പ്രയാസങ്ങൾ ഉണ്ടാവരുത്, അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തും രക്ഷയും ഉണ്ടാവണം ഉദ്ദേശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ സമയങ്ങളിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇത് ഒരു മുഅ്മിന് സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഒരു വലിയ ഗുണമാണ്. നമുക്കുണ്ടാകുന്ന പ്രയാസഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും അതിനൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മറ്റു സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം, മജ്ലിസുകളിൽ ഒരു സദസ്സുകളിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അത് പിരിയുന്ന സന്ദർഭത്തിലോ മറ്റവസ്ഥയിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തു ചെല്ലാം. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ, ഒരു ഖൗമും ഒരു സദസ്സിൽ ഇരിക്കുന്നില്ല. എങ്ങനെ? ലം യദ്കുറു ഫീഹി റബ്ബഹും, അവർ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ ദിക്ർ ചെയ്യുന്നില്ല. വലം യുസല്ലു അലാ നബിയ്യിഹിം, അവരുടെ നബിയുടെ മേൽ അവർ സ്വലാത്തും ചൊല്ലുന്നില്ല. അങ്ങനെയുള്ള ചില സദസ്സുകളാണെങ്കിൽ ഇല്ലാ കാന തിറതൻ അലൈഹിം യൗമൽ ഖിയാമ, ഒരു സദസ്സ്, ആ സദസ്സിൽ അല്ലാഹുവിന്റെ ദിക്റുമില്ല, സ്വലാത്തുമില്ല, അങ്ങനെയുള്ള സദസ്സുകളെ സംബന്ധിച്ചിടത്തോളം അത് കാരണമായി ഖിയാമത്ത് നാളിൽ അവനൊരു തിറത്തുണ്ടാവും. അതിനെ ശറഹിൽ പണ്ഡിതന്മാർക്ക് പറഞ്ഞത് കാണാം, അതുകൊണ്ട് അവൻ ഖിയാമത്ത് നാളിൽ ഒരു നഷ്ടക്കാരൻ, ഒരു നഷ്ടം അവന് സംഭവിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത പാപങ്ങൾക്കനുസരിച്ച് അവനെ ശിക്ഷിക്കുകയും അല്ലാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അപ്പൊ ഇതിൽ എന്താ മനസ്സിലാവുന്നത്? സദസ്സുകളിൽ നമ്മളൊരു സദസ്സിൽ കൂടുകയാണെങ്കിൽ ആ സദസ്സുകളിൽ പിരിയുന്ന സന്ദർഭങ്ങളിൽ അല്ലാതെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുകയും അല്ലാഹുവിന്റെ മേൽ ദിക്ർ ചെല്ലുകയും ചെയ്യുക എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു കാര്യമാണ്. മഹാനായ ഇമാം മുനാവി റഹ്മഹുല്ലാ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫൈദുൽ ഖദീറിൽ അദ്ദേഹം വിശദീകരിച്ചത് കാണാം, ഫയതഅക്കദു ദിക്റുല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്താ? അല്ലാഹുവെ ദിക്ർ ചെയ്യുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സ്വലാമും ചെല്ലുക എന്നുള്ളതിനെയും ശക്തി പകരുന്നുണ്ട്. ഇൻദ ഇറാദത്തിൽ ഖിയാമി മിനൽ മജ്ലിസ്, ഒരാൾ ഒരു സദസ്സുകളിൽ അവൻ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വതഹ്സുലു സുന്നത്തു ഫി ദിക്രി വസ്സലാത്ത്, അവൻ ചെല്ലുന്ന സ്വലാത്ത് കാരണത്താലും ദിക്ർ കാരണത്താലും അവന് സുന്നത്ത് ലഭിക്കുന്നതാണ്. ബി ഐ ലഫ്ദിൻ കാന, അത് ഏത് ലഫ്ദ് കൊണ്ട്, ഏത് പദം കൊണ്ടായാലും ശരി. ലാകിന്നൽ അക്മല, പക്ഷെ ഏറ്റവും പരിപൂർണമായത് ഫി ദിക്രി, ആ സദസ്സുകൾ പിരിയുമ്പോൾ നമ്മൾ പഠിച്ച ദുആ ആണ് ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അത് ചൊല്ലുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഫി സ്വലാത്ത്, പിന്നെ സ്വലാത്ത് എന്താ? അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫി ആഖിരി തശഹുദ്, ഇബ്രാഹിമിയ സ്വലാത്ത്, തശഹുദിൽ നമ്മൾ പറയുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അതും ചൊല്ലി നമ്മൾ സദസ്സുകൾ പിരിയുക എന്നുള്ളത് അതൊരു പുണ്യമുള്ള കാര്യമാണ്. അത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന കാര്യവും സലഫുകൾ അത് മനസ്സിലാക്കി തന്ന കാര്യവുമാണ്. പൊതുവെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സ്വലാത്തിന് വേണ്ടി വിദഅത്തിന്റെ ആളുകൾ നബി പഠിപ്പിക്കാത്ത രൂപത്തിൽ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ യഥാർത്ഥ രൂപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സദസ്സുകൾ പിരിയുന്ന സന്ദർഭത്തിലാവട്ടെ അല്ലാതാവട്ടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുകയും അതേപോലെ തന്നെ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയും ചെയ്യുക, അങ്ങനെ സദസ്സ് പിരിയുക എന്നുള്ളത് കൊണ്ട് ഒരു മുഅ്മിന് ഗുണം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സന്ദർഭമാണ് സ്വലാത്തിന്റെ സന്ദർഭം. ബാങ്കിന് ശേഷം പല ആളുകളും അശ്രദ്ധരായി പോകുന്ന ഒരു സമയമാണ് ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. അതുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മുഅദ്ദിൻ എന്താണോ പറയുന്നത് അതേപോലെ നിങ്ങൾ മുഅദ്ദിന് ഇജാബത്ത് ഉത്തരം കൊടുക്കുകയും അത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുകയും എന്നിട്ട് നബിക്ക് വേണ്ടി വസീലയെ നിങ്ങൾ തേടണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന് പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. എന്നാൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, 3 കാര്യങ്ങൾ അദ്ദേഹം ഈ ഹദീസിന്റെ ശറഹിൽ പറഞ്ഞത് കാണാം. ഒന്ന്, ഇജാബത്തുൽ മുഅദ്ദിൻ. ആളുകൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മുഅദ്ദിന് ഇജാബത്ത് മറുപടി കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ അശ്രദ്ധമായി പോകാറുണ്ട്. പല ആളുകളും ദുനിയാവിന്റെ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ സംസാരങ്ങളിൽ വേണ്ടാത്ത സംസാരങ്ങളിലും ഒഴുകി ആ ബാങ്കിന് മുഅദ്ദിന് ഇജാബത്ത് കൊടുക്കുന്നതിനെ തൊട്ട് അശ്രദ്ധരായി പോകാറുണ്ട്. രണ്ടാമതായി ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല പറഞ്ഞു, അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ഫറാഗ് മിനൽ ഇജാബ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം ചെയ്ത് മുഅദ്ദിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ തൊട്ടും ആളുകൾ അശ്രദ്ധരായി പോകാറുണ്ട്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, സുആലിൽ വസീലത്തി ലഹു. പിന്നെ ആ ബാങ്കിന് ആ സ്വലാത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ. ഈ 3 കാര്യങ്ങളും പൊതുവെ ആളുകൾ അശ്രദ്ധരാകുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അതെടുത്തിവിടെ ഉദ്ധരിക്കാൻ കാരണം. അപ്പൊ ആ സമയങ്ങളിൽ ഈ പുണ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക, അതല്ലാതെ വേണ്ടാത്ത ദുനിയാവിന്റെ സംസാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതിന്റെ പ്രതിഫലം ആ സ്വലാത്ത് ചെല്ലുന്നതിലൂടെയുള്ള നമുക്ക് പ്രതിഫലം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലേണ്ട ചില സമയങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രത്യേക സമയമാണ് വെള്ളിയാഴ്ച ദിനം. വെള്ളിയാഴ്ച ദിവസം രാവും പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ വ്യക്തമാക്കി തന്ന കാര്യമാണ്. ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ഫീഹി ഖുലിഖ ആദം. ആദം നബി അലൈഹിസ്സലാമിനെ അതിൽ സൃഷ്ടിച്ചു. വഫീഹി ഖുബിദ. അതിൽ തന്നെ റൂഹ് പിടിക്കപ്പെട്ടു. വഫീഹി നഫ്ഖ. അതിലാണ് കാഹളത്തിലെ 2ാമത്തെ ഊത്ത്. വഫീഹി സഅഖ. ആ ദിവസം തന്നെയാണ് കാഹളത്തിലെ 1ാമത്തെ ഊത്ത്. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല സാദുൽ മആദിൽ പറഞ്ഞത് കാണാം. ഇസ്തിഹ്ബാബു കസ്റത്തി സ്വലാത്തി ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി യൗമിഹി വലൈലതിഹി. വെള്ളിയാഴ്ച ദിവസത്തിൽ ആ വെള്ളിയാഴ്ചയുടെ രാവും പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് പുണ്യമുള്ള കാര്യമാണ്. എന്തേ കാരണം? ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലുണ്ട്, അക്സിറുസ് സ്വലാത്ത അലയ്യ യൗമൽ ജുമുഅത്തി വല്ലൈലത്തൽ ജുമുഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ഏറ്റവും സൃഷ്ടികളുടെ നേതാവാണ്. അതേപോലെ വയൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദാണ് യൗമുൽ ജുമുഅ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, ഫലിസ്വലാത്തി അലൈഹി ഫീ ഹാദൽ യൗം. വെള്ളിയാഴ്ച ദിവസം രാവും പകലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് മസിയ്യത്തുൻ ലൈസത്ത് ലിഗൈരിഹി, മറ്റു ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നതിനുള്ളതിനേക്കാളും ഒരു പ്രത്യേക ഒരു മസിയ്യത്ത്,
വെള്ളിയാഴ്ച ദിവസം ചൊല്ലുന്നതിലുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. കേവലം വെറും നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ മാത്രം സ്വലാത്തിൽ ഒതുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലുമൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. മറ്റൊരു സന്ദർഭം നമുക്കറിയാവുന്നതുപോലെ മയ്യത്ത് നമസ്കാരത്തിലാണ്. മയ്യത്ത് നമസ്കാരത്തിൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന ഒരു സന്ദർഭമാണ്. എന്നാൽ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി മാത്രമായിട്ടൊരു പ്രത്യേകം സ്വലാത്ത് അങ്ങനെ ഹദീസുകളിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അദ്ദേഹം തൽഖീസ് അഹ്കാമിൽ ജനായിസ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, മയ്യത്ത് നമസ്കാരത്തിൽ മാത്രമായി പ്രത്യേകം ചെല്ലാനുള്ള ഒരു സ്വലാത്ത് അത് നബി സ്വഹീഹായ ഹദീസുകളിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞു, ഫദ്ദാഹിറു അന്നൽ ജനാസ ലൈസ ലഹാ സീഗത്തുൻ ഖാസത്തുൻ ബിഹാ, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വലാത്തൊന്നുമില്ല. ബൽ യുഅ്താ ഫീഹാ ബിസീഗത്തിൻ മിൻ സിയഗി സാബിതത്തി ഫി തശഹുദ് ഫിൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങളിൽ നമ്മൾ ചൊല്ലുന്നതായ സദാ ഇബ്രാഹിമിയ സ്വലാത്ത്, ആ സ്വലാത്ത് തന്നെയാണ് മയ്യത്ത് നമസ്കാരത്തിലും ചെല്ലേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കിയ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ പല സമയങ്ങളും പ്രത്യേക സമയങ്ങളിലും അല്ലാതെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ബിദ്അത്തിന്റെ കക്ഷികൾ അവർ ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ബിദ്അത്തുകളാണ്. പ്രത്യേകം സ്വലാത്തുകൾ ഒരുമിച്ച് കൂട്ടിയിരുന്ന് പ്രത്യേകം സദസ്സ് സംഘടിപ്പിച്ച് ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണ്. അത് ചെയ്യുന്നതോടുകൂടി അവർ ഒരു സുന്നത്തിനെ അവിടെ അവഗണിക്കുകയാണ്. ഒരാൾ സ്വയം സ്വലാത്ത് ചൊല്ലിയാൽ അതുകൊണ്ട് അവന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അമലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൽ അടിയുറച്ചു മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصرنا على القوم الكافرين، اللهم انصرنا على القوم الكافرين، اللهم انصرنا على القوم الكافرين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم قاتل الكفرة الذين يصدون عن سبيلك ويكذبون رسلك ولا يؤمنون بوعدك، وخالف بين كلمتهم وألق في قلوبهم الرعب وعلق عليهم رجزك وعذابك يا رب العالمين. وصلى الله على نبينا محمد وآله وصحبه وسلم.